ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ശർക്കര വരട്ടി കണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിന് വേണ്ട സാധനങ്ങൾ: ഏത്തയ്ക്ക ഇതുപോലത്തെ ഇത്രയും കട്ടിയിൽ വേണം അരിഞ്ഞെടുക്കേണ്ടത്. ഞാൻ ഏകദേശം 2-2.25 കിലോയോളം അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഉപ്പേരി ശർക്കര വരട്ടി ഇല്ലാത്ത എന്ത് ഓണമാണ് മലയാളികൾക്കല്ലേ. നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഉപ്പേരി അതിലേക്ക് ഇടാം. ഇത് നമ്മൾ ഉപ്പൊന്നും ചേർക്കില്ല. ഇത് നല്ല ക്രിസ്പി ആവുമ്പോൾ, ഉപ്പേരിയുടെ അതേ പാകമാകുമ്പോൾ നമ്മൾ വാങ്ങിയെടുക്കുകയാണ് പതിവ്. ഇതായിട്ടുണ്ട്. ഇത് ഒരുപാട് സമയം, ഉപ്പേരിയേക്കാൾ സമയം ഇത് എണ്ണയിൽ കിടന്നാലേ ഇത് ശരിക്കും ആവുള്ളൂ കേട്ടോ. നമുക്കിത് മാറ്റിയെടുക്കാം. ഇത് 2 സെക്ഷനായിട്ടാണ്. ആദ്യം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കും, പിന്നെ ശർക്കര പാവ് കാച്ചിയെടുക്കും. അതിന് വേണ്ടത് 1/2 കിലോ ശർക്കര, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ ചുക്കുപൊടി. ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഒരു 1/2 കിലോയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നമുക്ക് ഒന്ന് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കാം. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തന്നെ ചൂട് ആവുമ്പോൾ അത് ഉരുകിക്കോളും. വലിയ പാത്രത്തിൽ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ ഏത്തയ്ക്കായും അതെല്ലാം കൂടിയിട്ട് ഇളക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം അല്ലെങ്കിൽ നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലായിടത്തും പിടിച്ചെന്ന് വരില്ല ശർക്കര. കാരണം ഞാൻ ഈ ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത്. എനിക്ക് ശർക്കര വരട്ടി ശരിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടുത്തെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്, ഹസ്ബൻഡിൻ്റെ അമ്മ. ഇപ്പം ഭയങ്കര കട്ടിയാവാനും പാടില്ല. ശർക്കരയുടെ അത് നമുക്ക് ഈ സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഉപ്പേരി അതിലേക്ക് ഇടാം. നമുക്കത് നന്നായിട്ട് ഇളക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്കത് ഇളക്കാം. എല്ലായിടവും പറ്റുന്ന പോലെ അത് നന്നായിട്ട് ഇളക്കണം. ഇനി നമുക്ക് ചുക്കുപൊടി ഇടാം. ചുക്കുപൊടിയും എല്ലായിടത്തും പറ്റുന്ന പോലെ വിതറണം. അത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ഇടേണ്ടത്. അരിപ്പൊടി ഞാൻ 3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ശർക്കര വരട്ടിയുടെ ആ നിറം തരുന്നത് ഈ സാധനമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കാണാറില്ലേ, അതിന് അരിപ്പൊടിയാണ്. ചിലർ റവ ചേർക്കും, ചിലർ പഞ്ചസാര ചേർക്കും. ഇവിടെ അരിപ്പൊടിയാണ് ഇടുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവാനും ആ ശർക്കരയുടെ പാവ് കുറച്ചുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാനും അരിപ്പൊടി ആണ് ബെസ്റ്റ്. നന്നായിട്ട് ഇളക്കുക. അടി ചേർത്ത് ഇളക്കണം കേട്ടോ.
കണ്ടോ അല്ലേ? ഇപ്പം അതിൻ്റെ ആ നിറം തന്നെ മാറില്ല, ടെക്സ്ചർ മാറിയില്ലേ? ഇത് ശർക്കര വരട്ടി തയ്യാറായി. അപ്പോൾ ഇനി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തേക്കണം. ഇത്തവണത്തെ ഓണം നമുക്ക് വീട്ടിൽ തന്നെ ശർക്കര ഉപ്പേരി ഉണ്ടാക്കാം.